ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ തോന്നിയൊരാശയം, അതായത് 3 പെരുങ്കള്ളിമാർ വിലസുന്ന ഒരു സമയം. ഇത്ര നാളും മാന്യവതികളായിട്ട് അങ്ങനെ വിലസിയിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവളുമാരുടെ കള്ളി പുറത്തു വരികയാണ്. ആലോചിച്ച് നോക്കൂ, 3 എണ്ണം കൂടെ ഒന്ന് ചേർന്ന് എത്ര ഒത്തൊരുമയോടുകൂടിയാണ് കള്ളത്തരം കാണിച്ചിരിക്കുന്നത്. ഒരു സ്ഥാപനം, അത് ഒരു പെൺകുട്ടി നടത്തുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ അന്നത്തിന് വഴിയില്ലാത്ത കൊണ്ടാണ് ജാതി മത ഭേദം ഒന്നും നോക്കാതെ 3 പെൺപിള്ളേരെ പിടിച്ച് നിർത്തിയത്. ആ കുടുംബങ്ങൾ രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി ചെയ്തതാണ് ആ കുട്ടി. പിന്നെ അതിൻ്റെ ആവശ്യവും ഒരു ജോലി, അതിൻ്റെ സ്ഥാപനം നടന്നു പോകണമല്ലോ. അപ്പോൾ വിശ്വസ്തരെന്ന് തോന്നിയത് കൊണ്ടുമാണ്. ആദ്യകാലങ്ങളിൽ ഇവളുമാർ നന്നായിട്ട് വിശ്വസ്തത പുലർത്തിയും കാണും. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അടിയോടെ വെച്ചിരിക്കുന്നു. ഇവിടെ ഇര വേട്ടക്കാരൻ ഇരയും എന്നൊക്കെ പറയാറില്ലേ, എന്ന പോലെ അത് പോരാത്തതിന് ആ കുട്ടിയുടെ അതിൻ്റെ പിതാവിൻ്റെയും പേരിൽ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന മാന്യ വ്യക്തിയാണ്. കരുതി വെച്ച് കാണിക്കാൻ വേണ്ടിയും കൂടെ അവരുടെ പേരിൽ കേസും കൂടെ കൊടുത്തിരിക്കുന്നു. ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷ അല്ലെ കേസ് കൊടുക്കേണ്ടവർ അല്ല. ഇവിടെ അവരുടെ മുതലും കട്ടിട്ട് അവരെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പീഡനം തന്നെയാണ്, അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴേ കുറേയായിട്ട് നടമാടുന്നൊരു പ്രവണതയാണ്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ ജാതിയുടെയും പീഡനത്തിൻ്റെയും കഥ എടുത്തിട്ടുള്ളുക. ഇപ്പം നല്ല സൗകര്യമാണ് ജാതിയും പീഡനവും. ജാതിയുടെയും പീഡനത്തിൻ്റെയും കഥ എഴുന്നള്ളിച്ചോളുക. ഇവിടെ യാതൊരു ജാതി നോക്കാതാണ് ആ കുട്ടി 3 എണ്ണത്തിനെ പിടിച്ച് ജോലിക്ക് വെച്ചത്. അതിൻ്റെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയും മുതലാക്കിക്കൊണ്ട്, അതിപ്പോൾ ഒരു ഗർഭസ്ഥ അവസ്ഥയിലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറവുമായിരിക്കും. അപ്പോൾ അത് കാരണം ആ കുട്ടി സ്ഥാപനത്തിലേക്ക് അധികം പോകാനോ ഒന്നും വന്നില്ല. എങ്കിലും ഞാൻ പറയട്ടെ, കുറച്ചൊരു അശ്രദ്ധ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ പിതാവിനായാലും കുട്ടിക്ക് വയ്യാത്തപ്പോൾ ഭർത്താവിനായാലും ഇതിൽ കുറച്ച് ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, ആരെയും വിശ്വസിക്കരുത്. പൂർണ്ണമായിട്ടും ആരെയും വിശ്വസിക്കരുത്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിഷം ഉള്ള കാലമാണിത്. അപ്പോൾ ഈ പെരുങ്കള്ളിമാർ ഇപ്പോൾ അവരെ ശിക്ഷിക്കണമെന്നും പറഞ്ഞ് ജാതിയുടെയും പീഡനത്തിൻ്റെയും, അതോ ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതേസമയത്ത് കുട്ടി കുറച്ച് വയലൻ്റ് ആകുകയും കുറച്ച് അശ്ലീലങ്ങൾ ഒക്കെ വിളിച്ചു പോവുകയൊക്കെ ചെയ്തു. അതാരാ ചെയ്യാത്തത്? ആ കുട്ടിയായതുകൊണ്ട് അത്രേ ചെയ്തുള്ളൂ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇത്രയൊന്നും ആയിരിക്കില്ല. അതിൻ്റെ അന്നേരത്തെ ആ മാനസിക നില തെറ്റിയിട്ടാണ് അത്രയും അത് അസ്വസ്ഥയായി. ഒന്നാമത്തെ കാര്യം, ഇത്രയും ചതിവാണല്ലോ എനിക്ക് പറ്റിയത്, ഞാൻ ഇത്രയും കാലം ഇവരെ വിശ്വസിച്ചിരുന്നല്ലോ എന്നുള്ള ഒരു വേദനയും കൂടാണ് അതാ വിളിച്ചു കൂവിയത്. അതിനിപ്പം അതങ്ങനെ ചെയ്തു, ഇതിങ്ങനെ ചെയ്തു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. പെരുങ്കള്ളികൾ 3 എണ്ണം ഇറങ്ങിയിരിക്കുക. ഇവളുമാരെ ഉറപ്പായിട്ടും പിടിച്ച് അകത്തിടുക തന്നെ ചെയ്യണം. എന്നാലേ ഇങ്ങനെ കളവും വഞ്ചനയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു മാതൃകയാവുകയുള്ളൂ. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതികൾ തന്നെ ആലോചിച്ച് നോക്കൂ. മാറി മറിഞ്ഞ് തകിടം പറഞ്ഞിരിക്കുക. കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാനും സത്യസ്ഥിതിയെ മറച്ചു വെച്ച് തെറ്റ് ചെയ്തവനെ മിനുക്കി കാണിക്കാനും കുറേ വക്കീലന്മാരും ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് കാശ് കിട്ടിയാൽ മതി. കൊലപാതകിയെ
പിന്നെ നല്ലവനാക്കും, നല്ലവനെ കൊലപാതകയാക്കും. മനസ്സാ വാച അറിയാത്ത വഴിയൂടെ പോകുന്ന ഒരു വ്യക്തിയെ പിടിച്ച് കൊലപാതകയാക്കും. എന്നിട്ട് കൊലപാതകയ്ക്ക് സംരക്ഷണവും കൊടുക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും വ്യവസായങ്ങൾ തുടങ്ങിയാൽ ആരെയും ഒരിക്കലും നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കരുത്. നമ്മുടെ ശ്രദ്ധ അവിടെ ഉണ്ടാകണം. നമ്മുടെ കണ്ണ് തെറ്റിയാൽ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവളുമാരെ എണ്ണിക്കുക തന്നെ ചെയ്യണം. ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കലർത്തരുത്. ഇത് നമ്മുടെ ജനങ്ങളുടെ വിഷയമാണ്. ഇത് ഒരു കുടുംബത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇത് പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ 3 എണ്ണത്തിനെയും അതിന് കൂട്ടുനിന്ന കുടുംബക്കാരെയും എണ്ണിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.